ചൂടാർത്ത. ഓ തീ കുറെ കത്തി പോണ് വെറുതെ നിർത്തിയതാ. ഈ സമയത്ത് അച്ഛനൊക്കെ ഇങ്ങനെ ഇത് അച്ഛനാണത് ചെയ്യുന്നില്ല. അച്ഛൻ ഇതിന്ന് ഒരു കാജാ ബീഡി എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വലിക്കും. എന്നിട്ട് അത് ഭയങ്കര അപ്പൊ നമ്മള് വിചാരിക്കും ഇതിങ്ങനെ വലിക്കുമ്പോ ഈ ചൂടില്ല, ഇത് ചുണ്ടത്തുമ്പോ കൊള്ളു എന്നൊരു പേടിക്കും. ഇത് കാരണം കാജാ ബീഡി ഇത്രയ്ക്കില്ല നീളമുള്ള കാജാ ബീഡിയിലായിട്ട് ആപ്പിള് ബീഡിയാ. അച്ഛൻ നല്ല പോലെ വലിക്കുക. ഇങ്ങനെ ഒരു ബീഡി മുന്ന് അടുത്ത് കൊളുത്താന്ന് പറയാം അച്ഛൻ്റെ രീതി. അപ്പൊ അങ്ങനെ കുറേ പേരിങ്ങനത്തെ ഇതുമെന്ന് വലിക്കുന്ന കാണാം. അച്ഛൻ പണ്ട് പീടികയിലേക്ക് പോയിട്ട് കയ്യിൽ കാശ് അങ്ങനെ കൂടുതൽ പൈസ അച്ഛൻ പറയും നമ്മുടെ പീടികയിൽ പോയിട്ട് ചാറ് വാങ്ങിക്കാൻ പറയും. 2 ചാറ് വാങ്ങിക്കാൻ പറയും. എന്തിനാന്ന് പറയും ചാറ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പറഞ്ഞു ചാർമിനാർ എന്ന് പറഞ്ഞിട്ടുള്ള സിഗരറ്റ് ഇല്ലേ, അതിന് പറഞ്ഞേ 2 ചാറ്. അപ്പൊ നമ്മളും അത് പീടികയിൽ പോയിട്ട് 2 ചാറ് ചോദിക്കും. പീടികർക്കറിയാം അവര് 2 ചാർമിനാർ സിഗരറ്റ്. ചാർമിനാറിന് മറ്റേ ഹൈദരാബാദിലത്തെ ഇതിന്റെ ഇതായിട്ടുള്ള ഒരു മഞ്ഞ പെട്ടിയായിരിക്കും. അതിന് ഹൈദരാബാദിലത്തെ ചാർമിനാറിന്റെ ഈ പടമായിരിക്കും അപ്പുറത്തപ്പുറത്തുണ്ടാവുക ചാറ്. പിന്നെ അത് കയ്യിൽ കൂടുതലായി ഒന്നും വലിക്കാനായിട്ട് പൂതി തോന്നുമ്പോ പിന്നെ കൂടുതൽ ഈ ബോണസൊക്കെ അച്ഛന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വാങ്ങിക്കുന്നത് പനാമയായിരിക്കും. ബോണസ് അല്ല, കൂടുതൽ പനാമയുടെ പാക്കറ്റുണ്ട്. അത് ഒരു പെട്ടിയിൽ 20 എണ്ണം ഉണ്ടാവും. ഒരു 20 സിഗരറ്റ് പനാമര. എനിക്ക് ആ പനാമര എഴുത്തില്ലേ, ആ പി എഴുത്ത്, അത് ഇങ്ങനെയായിട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടം. പനാമര എഴുത്ത്, പനാമ കുറെ പണ്ട് കാലത്തുള്ള ഫേമസ്. ഇപ്പൊന്നും എനിക്ക് സിഗരറ്റ് ഏതാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. അന്ന് അച്ഛൻ വലിക്കുമ്പോ ഇതൊന്ന് ശ്രദ്ധിക്കും. പക്ഷെ അച്ഛൻ വലിക്കാണ്ട് നിങ്ങൾക്ക് എന്താ വലിക്കാൻ തോന്നാഞ്ഞേ? അത് എന്താണെന്നറിയില്ല, ആരും വലിയ പഠിച്ചില്ല. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ അരയ്ക്കണം. ഇതേപോലെ തന്നെ ഒരു വെള്ളം ചേർക്കരുതിട്ടാ. ചക്ക പുഴുങ്ങിയത് ചൂടാറിയപ്പോ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു കേട്ടാ. ഉരുളി ചൂടായി കഴിയുമ്പോഴേ നമ്മള് ഇത്തിരി വെള്ളം ഒഴിക്കുക കേട്ടാ. നന്നായി ചൂടായിട്ടില്ല, ഒഴിച്ചോ മതി. നീ നമ്മുടെ മറയൂർ ശർക്കരയാണ് സരിതയുടെ കയ്യിലിരിക്കുന്നത് കേട്ടാ. അതാകുമ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഇത് അരിക്കാണ്ട് ഇടാം. നമ്മുടെ ഈ ചക്ക വരണില് വലിയ പ്രാധാന്യം ഇല്ല കേട്ടാ. ഇത് നമ്മുടെ ഒരു ഉച്ചതിരുന്ന സായാഹ്നം. ഉച്ചതിരുന്ന സായാഹ്നല്ല, ഉച്ച തിരിഞ്ഞ സമയം അഥവാ സായാഹ്നം. ഞങ്ങളുടെ ഒരു സായാഹ്നം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? സിമ്പിളടിക്കണ്ടേ? അതായത് ഈ ചക്ക വരട്ടി നമ്മൾ ഇട്ടിട്ടില്ലേ, ഒരു ചക്ക വരട്ടിയൊക്കെ ഇട്ടുണ്ട്. ഇത് ലാസ്റ്റ് പ്രത്യേകതകൾ ഉണ്ടാക്കാമായിരുന്നു വേണമെങ്കിൽ. ഈ ചക്ക മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മുടെ അല്ലൻ ചേട്ടൻ ഉണ്ടാക്കണ മെത്തേഡ് ഉണ്ട്. തോർത്തുമുണ്ടിൽ പിഴിയും, എന്നിട്ട് അതിന്റെ ചാറ് മാത്രം എടുക്കും, എന്നിട്ട് വരട്ടും. അപ്പൊ കട്ടിയാവില്ല, ഇങ്ങനൊരു ജ്യൂസ് പോലെ. ജ്യൂസല്ല, അതിനേക്കാളും കട്ടിയാവും. മറ്റേ മുറിച്ചെടുക്കണ പോലെ നമ്മൾ സാധാരണ ചക്ക വരട്ടി ഇതാവില്ല, അതുപോലെ ആവില്ല. അത് സാധാരണ പോലെ വരട്ടിയത്. അത് ഇത്തിരി ചക്കയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കൊറേ ചക്ക വേണേ, എന്നാലാണ് ഇപ്പൊ പിഴിഞ്ഞെടുക്കുമ്പോ കൊറ്റനെ കുറെ പോവല്ലോ, പിന്നെ കുറച്ചല്ലാതെ ചാറ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കി വരുമ്പോ ഇത്തിരി ഉണ്ടാവുള്ളൂ. പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ. വായിലിടുമ്പോഴേക്കിനെ ഇങ്ങനെ പോവും. ഇത് എനിക്ക് ചേർക്കാം നമുക്ക്. ഇത് മിക്സിയിൽ അടിച്ചത് 1/2 കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തോണ്ട് കേട്ടാ. ടൈറ്റാനിക്കിന്റെ പോലെയാണ് ഇളക്കല്. ഇളക്കല്ല, ടൈറ്റാനിക്കിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ 2 പേര് നിന്നിട്ട് ഇതാക്കാൻ കണ്ടിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. എന്താ ടൈറ്റാനിക്കിൽ ചക്ക വരട്ടില്ലേ? ഞാനേ നമ്മളോടൊരു പപ്പിട്ടാ, ഒരു അത്ഭുത പപ്പ. പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ പപ്പാട്ടാ. ഇതിനെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഒരു 2 പപ്പക്കായ ഇതിനുണ്ടായി.
അപ്പുറത്തെ കുഞ്ഞു കുട്ടികള് നമ്മുടെ മായാവിലത്തെ രാധ മുടി കിട്ടില്ലേ, അതുപോലെ 2 കൊമ്പ്. അതായത് അപ്പൊ ആള് പെണ്ണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആൾക്ക് തോന്നി എനിക്ക് ഈ പെൺജീവിതം മടുത്തു, ഇനി എനിക്ക് ആണായിട്ട് ജീവിക്കണം, ഒരു സിംഹത്തിനെ പോലെ. എന്നിട്ട് ആടെ ഇവിടുന്ന് അങ്ങട് എല്ലാം മുകളിലേക്ക് ഒക്കെ ആൺപൂവായി ആണായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന്നറിയൂ. മഴ കനത്തു. ഈ പപ്പയുടെ അടിവശം ഫംഗസ് വന്ന് ഇതായി. അപ്പൊ ഈ പപ്പനെ ഇവൻ 7 നിമിഷം വീഴും. അപ്പൊ ഞാനിവനെ മറച്ചു കണ്ടു ചേട്ടാ. അയ്യോ ബാഹുബലി ഞാനും നീങ്ങാൻ പോവാ. വീഴാൻ പോണു. കണ്ട ഇവിടെ നിന്നുള്ളത് കംപ്ലീറ്റ് ആടാ ആൺപൂവാണ് കംപ്ലീറ്റ്. തലച്ചടങ്ങിട്ടാ പായ കൊണ്ടുവന്നിട്ടു. പായ നല്ല രസം, ഇവിടെ നല്ല കാറ്റ്. അപ്പൊ കിടക്കാനെങ്ങാനും തോന്നിയാല് നോക്കി പായ കൊണ്ടുവന്നിട്ടപ്പോ നല്ല രസമായി ഇവിടെ ഇരിക്കാൻ. ഉറങ്ങിപ്പോ. ഇന്ന് കർക്കടവാവാണ്. ജഗ്ഗുന് സ്കൂൾ മുടക്ക. നമ്മളൊക്കെ പഠിക്കുമ്പോ ഒരു ഫുൾ ഡേ മുടക്കണ്ടേ? ഉച്ച തൊട്ടങ്ങടല്ലായിരുന്നു ചേട്ടൻ മുടക്ക്? ഏതൊരു ദിവസം ഉച്ചോട്ട് മുടക്കണ്ടായിരുന്നു. അതെനിക്ക് എപ്പോഴാന്ന് ഓർമ്മയില്ല. ഉച്ചക്ക് ശേഷം പ്രേതങ്ങൾ ഇറങ്ങും, ആത്മാക്കൾ ഇറങ്ങണ ദിവസമാണ് ഉച്ചക്ക് ശേഷം. അത് കാരണം ഉച്ച തൊട്ട് മുടക്കുന്നൊക്കെ അന്ന് പറയണം. എന്നിട്ട് ഉച്ച സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് നടന്നു വരാനൊക്കെ പേടിയായിരുന്നു. കർക്കിടവാവിനെ കുറിച്ചിട്ട് ഒരു ചേട്ടൻ ഓർമ്മയുണ്ടോ? നമ്മൾ ഒരു വട്ടം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു കഥ വായിച്ചിട്ട് ബലിയിടുമ്പോ കാക്ക വരാണ്ട് കഥയായിരുന്നു. അല്ല, സന്തോഷ് ചേച്ചി ഗാനത്തിന്റെ സിംഗപ്പൂർന്ന കഥയുടെ പേര് സിംഗപ്പൂരിനെയാ. കൊറേ നാള് മുന്നേ കാക്കകള് കിട്ടാണ്ട്. എന്നിട്ട് നമ്മളന്ന് പറഞ്ഞു, അയ്യോ അവര് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇവിടെ നിന്ന് എത്ര കാക്കകളെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കായിരുന്നു അല്ലേ? ബലിയിട്ടിട്ട്, അതായത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയെന്ന് നമുക്ക് അറിയണമെങ്കിൽ കാക്ക വന്നിട്ട് ഇതെടുക്കണല്ലോ, ബലിച്ചോറ്. അവിടെ കാക്കകളില്ല ആ സ്ഥലത്ത്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചല, പയറാറിന്റെ ആത്മാവിലൊരു ചിത. അത് കേൾക്കുമ്പോഴേക്ക് സങ്കടം വന്നോടുന്ന. പക്ഷെ മാനത്തെ കൊട്ടാര സിനിമ വന്നപ്പോ അത് ഓർമ്മ വരാം. അച്ഛനുറങ്ങിക്കിടക്കുന്നു കൊച്ചച്ഛൻ, ചെറിയച്ഛൻ ഓർമ്മയുണ്ട് ചേട്ടന്? ആരോ പിടിച്ചു വലിക്കുന്നു, ഞരമ്പുകൾ മുറുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻസിന്റെ. ഈ കവിതയുടെ കാസറ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടാ, വയലാറിന്റെ കവിതകള്. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശവാണിയിൽ കാവ്യാഞ്ജലി എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എത്ര മണിക്കാണെന്ന് എനിക്കത് ശരിക്കും ഓർമ്മയില്ല, 7 മണിക്ക് എങ്ങടാന്ന് തോന്നുന്നുണ്ട്. ഈ കവിത ഏതെങ്കിലും ഒരു കവിത കുറച്ച് ഭാഗം ചെല്ലണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ അതിലൊരു വട്ടം ഈ ആത്മാവിലൊരു ചിത എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുടെ കുറച്ച് ഭാഗം പകുതി വരയ്ക്കാണ്. അതിൽ ഒത്തിരി സമയമുള്ളൂ. ആ സമയത്ത് ഒരു 5 മിനിറ്റ് സമയത്തിനുള്ളിൽ അത് കേട്ടപ്പോ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ കവിതകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, അങ്ങനെ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ ഈ കവിത ഞാനും അമ്മയും അച്ഛനും ഒക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ അച്ഛൻ പോയിട്ട് അന്വേഷിച്ചിട്ട് ആ കാസറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് എൻ്റെ ഓർമ്മ മുഴുവൻ. ആ കവിത വയലാറിന്റെ വേറെ കവിതകളായിരുന്നു. അത് പിന്നെ എപ്പോഴും വെക്കും. പിന്നെ അച്ഛൻ വല്ലപ്പോഴും സ്മോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സെന്റിമെന്റ്സ് അങ്ങോട്ട് വരുമ്പോ ഈ ഇതങ്ങോട്ട് ഓർമ്മ വരും, ഈ കവിത. ഇത് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് വന്നു. അപ്പൊ ഇത് നോക്കിയാ വളരെ കുറഞ്ഞു. പിന്നെ ഇതില് അധികം പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല. ചക്ക മാറ്റുമ്പോ പണ്ട് കാലങ്ങളിൽ അധികം നെയ്യൊന്നും ചേർക്കില്ല, നെയ്യൊന്നും ചേർക്കാനായിട്ടില്ല. വെറുതെ ചക്ക ഇതുപോലെ മിക്സിയിൽ അടിക്കുന്ന പരിപാടിയിൽ ഒന്നുമില്ല. പഴടി ചക്ക കൊണ്ടുവന്നാണ്ട് ചുള പറിച്ചിട്ടാണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ്ട് ഉള്ളിലിട്ടിട്ടുണ്ട് ഇളക്കി 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 അവസാനം ഈ ചിലർ നല്ലപോലെ കറുപ്പ കളറാക്കും, ചിലർ നല്ലപോലെ എന്താ പറയുക അത്രയ്ക്ക് ഇടാക്കില്ല. അങ്ങനെ പല പല ടൈപ്പിലാക്കും. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു വരറ്റിൽ മാത്രമേ നടന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോൾ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ നമുക്ക് പല പല സാധനങ്ങൾ ചേർക്കല്ല. അപ്പോൾ നമ്മൾ നെയ്യ് അധികം ചേർക്കണില്ല, ഒരു 2 അത് കുഴപ്പമില്ല, വെയിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നെയ്യാണ് കേട്ടാ, വെയിലല്ല നെയ്യാണ്. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ അളക്കണം.
കണ്ടോ നല്ല ഗ്ലാമറായിരുന്നു തുടങ്ങി. പിന്നെ കായ്ക്കോട്ട് കളിക്കാൻ പോകില്ലേ, നമ്മുടെ കവിതയൊക്കെ ചൊല്ലി ഭയങ്കര ഫീലിംഗ് വന്നു. എനിക്ക് കളിക്കാനുള്ള മൂഡ് പോയി. അതെ, ഏലക്കായ പൊടി ഇടാം. ഏലക്കായ ഇത്തിരി പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു നല്ല മണം ഉണ്ടാവും ചേട്ടാ. ഗാന്ധി ഗ്രാമത്തിലത്തെ അതെ കുറച്ചിട്ടാ മതി. ഇനി ഞാൻ പാകാക്കിട്ട് എടുക്കാട്ടാ.